ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. ഞാൻ ഇന്നേ നമ്മളുടെ സുധിച്ചേട്ടൻ്റെ മകൻ്റെ, അതായത് നമ്മുടെ കിച്ചുവിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ കാണാനിടയായി. കാരണം ഇത് കാണാനിടയായതെന്ന് വെച്ചാൽ പല ആൾക്കാരും കിച്ചുവിൻ്റെ വീഡിയോയെക്കുറിച്ച് കുറേ വിമർശനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മൾ എന്ത് കാര്യം കണ്ടാലും അത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ചിൽ മാത്രം വീഡിയോ ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കിച്ചുവിൻ്റെ ചാനൽ പോയി തപ്പിയെടുത്തു ആ വീഡിയോ കാണുന്നത്. പക്ഷെ അത് കണ്ടെന്ന് വെച്ചാൽ കിച്ചു മോർണിംഗിൽ കിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന്, കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് കിച്ചു നേരെ കിച്ചുവിൻ്റെ വീട്ടിലോട്ട് പോകണം. അത് കിച്ചുവിൻ്റെ വീടെന്ന് തന്നെ പറയണം, കാരണം അനിയനെ കാണാൻ പോവുകയാണ്. അന്നേരം പുള്ളി പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം ആ യാത്രയിൽ കൂടെ നമ്മോട് പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പുള്ളിയാണ് നേരെ വീട്ടിൽ ചെന്ന് ആ ഇടവഴി കൂടെ ചെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് ആ വീട് പണിയുന്ന സമയം മുതൽ അവിടുത്തെ ഓരോ ഫർണിച്ചറുകളും പല ആൾക്കാരുടെ വിയർപ്പാണ്. കാരണം അതിൻ്റെ ആ ബിൽഡേഴ്സ് ആയാലും ആ വീട് വെച്ച് കൊടുത്തത് സുധിച്ചേട്ടൻ എന്നുള്ള ഒരു വ്യക്തിയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ആ വീട് തന്നെ നൽകിയത്. പക്ഷേ ആ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ വളരെ മോശമാണ്. കാരണം വൃത്തിയില്ലാതാണ് ആ വീട് സൂക്ഷിച്ചിരിക്കുന്നത്. വേറും വൃത്തിയുമില്ല, അത് തന്നെ ഉള്ളത് തന്നെ പറയാം, വേറും വൃത്തിയുമില്ലാതാണ് ആ വീട് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം അങ്ങും ഇഞ്ഞും കുറേ തുണികളൊക്കെ ഉണക്കായിട്ടിരിക്കുന്നത് പിള്ളേരുള്ള വീടാണെന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ വീട് താമസിക്കാൻ കൊടുത്തത് കിച്ചുവിൻ്റെ അനിയനും രേണുവിനും കൂടെ താമസിക്കാനാണ് ആ വീട് കൊടുത്തത്. പക്ഷേ ഇന്ന് അവിടെ താമസിക്കുന്നത് രേണുവിൻ്റെ ഫുൾ ഫാമിലിയാണ്. കാരണം അത് കിച്ചുവിൻ്റെ റോഡാണോ എന്ന് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ഒരു ഫീലായ കാര്യം, സ്വന്തം ചേട്ടനെ കണ്ടപ്പോൾ ആ കുഞ്ഞനുജന് വന്ന സന്തോഷം അവന് പറഞ്ഞറിയിക്കാൻ വയ്യ. ചേട്ടനെ കണ്ടപ്പോൾ അനിയന് ഉണ്ടായ ഒരു ഫീലിങ്സ് അതവൻ്റെ കണ്ണിൽ കൂടെ, അവൻ്റെ ഓട്ടത്തിലൂടെ നമുക്കത് മനസ്സിലാവും. അവൻ ആ റൂം കൊണ്ട് കാണിക്കുന്നു, ഈ റൂം കൊണ്ട് കാണിക്കുന്നു. സുധിച്ചേട്ടൻ്റെ സുധിച്ചേട്ടന് കിട്ടിയ അവാർഡുകളുണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്കും. ആ കലാകാരന് കിട്ടിയ അവാർഡുകൾ ഒരു തുണിയാണോ എന്തോ അതിൽ പൊതിഞ്ഞു ആ കട്ടിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ കാണിക്കുന്നുണ്ട്. അച്ഛൻ്റെ അവാർഡുകൾ ഇവിടെയാണ് ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അമ്മയുടെ അവാർഡുകൾ ഫ്രണ്ടിൽ നല്ല നീറ്റായിട്ട് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരം ഇത് സുധിച്ചേട്ടൻ്റെ വീടല്ല, ഇത് രേണുവിൻ്റെ വീടായി മാറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് സുധിച്ചേട്ടൻ്റെ വീടാണെങ്കിൽ തീർച്ചയായിട്ടും സുധിച്ചേട്ടൻ്റെ എല്ലാ സാധനങ്ങളും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതൊക്കെ. പക്ഷെ ബാക്കിയെല്ലാം പുള്ളിയുടെ ലൈഫെന്ന് വെച്ചാൽ അഭിനയമായിരുന്നു. ആ അഭിനയത്തിന് കിട്ടിയ സാധനങ്ങൾക്കെല്ലാം അത്രയും നീറ്റോടെയും വെടുപ്പോടെയും അവിടെ വെക്കാൻ രേണുവിന് കഴിഞ്ഞേനായിരുന്നു. രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലായിരുന്നു. അവർക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോയും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ ആൾക്കാർ പറയുന്നതെല്ലാം വ്യക്തമാണെന്നും ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് വ്യക്തമായി. കാരണം രേണു സുധി എന്ന രീതിയിലാണ് രേണുവിനെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അറിയുന്നതും. അന്നേരം പുള്ളിക്ക് കിട്ടിയ അവാർഡ്, പുള്ളി അഭിനയം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ജീവനാണ്. അതിന് കിട്ടിയതാണ് ഓരോ അവാർഡ്. ആ അവാർഡെല്ലാം നല്ല രീതിയിൽ വെച്ച് കാണിക്കാനല്ലാതെ രേണു എന്തിനാണ് ആ കട്ടിൻ്റെ അടിയിൽ, അതും സ്വന്തം മകനാണ് കൊണ്ട് കാണിക്കുന്നത്. അച്ഛൻ്റെ അവാർഡുകളൊക്കെ 10,000-15,000 അവാർഡുകൾ ഇവിടെ ഇരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടനെ അനിയൻ കൊണ്ട് കാണിക്കുകയാണ് കട്ടിൻ്റെ അടിയിൽ. എന്നിട്ട് ഇവരുടെ ഒരു ഫുൾ ഫാമിലി ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഈ രേണുവിൻ്റെയും ഈ കിച്ചുവിൻ്റെയും ഈ കുഞ്ഞനിയൻ്റെയും സുധിച്ചേട്ടൻ്റെയും എല്ലാം കൊണ്ട് ഒരു ഫാമിലി ഫോട്ടോസ് ഉണ്ട്. അതിരിക്കുന്ന നമ്മുടെ ജനലിൻ്റെ സൈഡിൽ. അത് അവിടെ എവിടെയെങ്കിലും ഒരു ആണി അടിച്ചാൽ വെക്കാവുന്നതേ ഉള്ളൂ ആ ഫോട്ടോ. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാർപ്പൻ്ററെ ആരെ വിളിച്ചാലും അത് ശരിയാക്കി അവരവിടെ വെച്ചു കൊടുക്കും. അതിന് പോലും രേണുവിന് സമയമില്ല, അതിന് പോലും. പിന്നെ ആ വീട് നൽകിയത് രേണുവിനും കിച്ചുവിനും അതുവർക്ക് ആ കുഞ്ഞു മകനും താമസിക്കാനാണ്. പിന്നെ പോട്ടെ, രേണുവിൻ്റെ അമ്മയ്ക്ക് അവിടെ വന്ന് നിൽക്കുക, അത് പ്രശ്നമല്ല. പക്ഷെ ബാക്കി ഫാമിലി ആരാണ്? അവർക്ക് വീടില്ലേ താമസിക്കാൻ? അവരെന്ത് അധികാരത്തോടാണ് ആ വീട്ടിൽ കയറി താമസിക്കുന്നുണ്ട്? അയാളുടെ കുട്ടികളുണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. കാരണം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ അനിയനെക്കാട്ടിയും കൂടുതൽ എൻജോയ് ചെയ്ത് ആ വീട്ടിൽ ജീവിക്കുന്നത് ആ കുട്ടികളും ആ കുട്ടികളുടെ പേരൻസും ആണെന്നാണ് എനിക്ക് ഫീലായത്.
കാരണം ആ ചേട്ടൻ അനിയനെ കണ്ട് പോകുമ്പോൾ അനിയൻ്റെ ഫേസ് മാറുന്നൊരു മാറ്റം നമ്മൾ ആ വീഡിയോ കാണണം. അവനെന്തോ നഷ്ടപ്പെട്ടു പോകുന്ന മാതിരി ഫീലാണ് ആ കുഞ്ഞിൻ്റെ ഫേസിൽ നമ്മൾ കണ്ടത്. വരുമോ, രാത്രി വന്നിട്ട് ഇവിടെ കിടന്നിട്ട് നമുക്ക് നാളെ പോയാൽ മതി എന്നൊക്കെ സ്വന്തം ചേട്ടനോട് പറയുന്നത്. നിനക്ക് ഈ വീട് പാല് കാച്ചിയ സമയത്ത് രേണു പറയുന്നുണ്ടായിരുന്നു, അത് കിച്ചുവിൻ്റെ റൂമാണ്, കിച്ചുവിന് താമസിക്കാനുള്ള റൂമാണ്, അത് അവൻ തന്നെ താമസിക്കൂ, ഇവിടെ ആരും താമസിക്കത്തില്ല, അത് ഒഴിച്ചിട്ടേക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ ആ റൂമിൽ ആ പൊന്നുമോൻ ചെന്ന് തുറന്നപ്പോൾ ആരാണ് ഡോറ് തുറക്കുന്നതെന്ന് ചോദിക്കുക. കുട്ടികളാരാ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അത് കിച്ചുവിൻ്റെ റൂമല്ല. കിച്ചുവിന് ഇപ്പോൾ അവിടെ ഒരു അധികാരമില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കിച്ചു അവിടെ ഒരു അതിഥിയെ പോലെയാണ് ആ വീട്ടിൽ വന്ന് സഹകരിച്ചതും കണ്ടതും കയറിയതും എല്ലാം. പക്ഷേ രേണു ഈ കാണിച്ചു കൂട്ടിയതൊക്കെ വെറും വേസ്റ്റ് ആയിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം തോന്നിയതാണ് കേട്ടോ. കാരണം നിങ്ങളൊരു വിധവയ സ്ത്രീയാണ്, നിങ്ങൾക്ക് ജീവിക്കണം, എല്ലാം സത്യമാണ്. പക്ഷേ നിങ്ങൾക്കത് ആ വീടും സ്ഥലവും സുധിച്ചേട്ടൻ്റെ പേരിൽ കിട്ടിയൊരു ഔദാര്യമാണ്. ഇല്ലേ, സുധിച്ചേട്ടൻ്റെ മക്കളുടെ പേരിൽ നിങ്ങൾക്ക് കിട്ടിയൊരു ഔദാര്യമാണ്. അങ്ങനെ തന്നെ പറയണം. അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു, വേറും വൃത്തിയോടെ അത് സൂക്ഷിക്കാമായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല. നിങ്ങൾ ഈ മോഹൻലാലും മമ്മൂട്ടിയും പോകുന്ന ഷൂട്ടിൻ്റെ തിരക്കുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ വീടിനെക്കുറിച്ചോ നിങ്ങളുടെ മകനെക്കുറിച്ചോ നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധമില്ലെന്ന് എനിക്ക് അതോടെ മനസ്സിലായി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് പല വ്യക്തികളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് സൈന്ധവി ഒരിക്കൽ തിരുത്തി പറയേണ്ട വരുമെന്ന്. ഞാൻ എപ്പോഴും വിചാരിക്കും അങ്ങനെ ഒരിക്കലും ആവരുതെന്ന്. പക്ഷേ അത് തിരുത്തി പറയേണ്ട ഒരു അവസരം നിങ്ങളായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് തന്നു. ഒന്ന് സഹോദരി, നമ്മൾക്ക് ഫ്രീ കിട്ടുമ്പം എങ്ങനെ അത് നശിപ്പിക്കാം, അതൊരു പ്രശ്നമല്ല. പക്ഷെ സ്വന്തം വീർപ്പ് പറ്റി ഉണ്ടാക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ കെയറായിട്ട് സൂക്ഷിച്ചതന്നെയായിരുന്നു. ഇത് വല്ലവൻ്റെ വീർപ്പായതുകൊണ്ട് ഇത് അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചല്ലേ. ആ വീട് കിട്ടിയിട്ട് ഒരു 1.5 വർഷമായെന്ന് തോന്നുന്നു മാക്സിമം. ആ വീടിൻ്റെ കോലം കണ്ടോ, അത് കിടക്കുന്നത് എങ്ങനെയാണെന്ന്, എന്ത് വൃത്തികേടാണ്. രേണു അറിഞ്ഞിട്ടില്ല കിച്ചു അവിടെ വന്ന് ആ വീഡിയോ എടുത്ത കാര്യം. ഇത് പുറത്ത് വരുന്ന ദിവസം വരെ രേണു അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ രേണു ഒരിക്കലും അത് സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ എടുക്കണ്ട, പിന്നെ എടുക്കാം, അപ്പോഴത്തേക്ക് ഡ്രാമ ചെയ്യണമല്ലോ. പിന്നെ സുധിച്ചേട്ടൻ്റെ ഗിഫ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ ഇതിന് കിട്ടിയ സാധനങ്ങളെല്ലാം നിരത്തി വെക്കണമായിരുന്നല്ലോ. അത് പുള്ളിക്കാരി അറിഞ്ഞില്ല. അതിന് പകരം ആ സ്ഥാനത്തിരിക്കുന്ന രേണുവിന് അവാർഡ് കിട്ടിയ സാധനങ്ങളുടെയാണ് ആയിരിക്കുന്ന മൊത്തം. പക്ഷെ അതിലെനിക്ക് രേണുവിനോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം പോയി. കാരണം നിങ്ങൾ അറിയപ്പെടുന്നത്, നിങ്ങൾ ജീവിക്കുന്നത് ഇന്ന് രേണു സുധി എന്ന് പറയുന്ന ആളുടെ സുധി എന്ന് പറയുന്ന ആളിൻ്റെ പേരിലാണെന്ന് എപ്പോഴും രേണു ആലോചിക്കണമായിരുന്നു. നിങ്ങൾക്ക് 34 വയസ്സേ ഉള്ളൂ, നിങ്ങൾക്ക് വേറൊരു കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ലീവ് ഇൻ ടുഗദർ, നിങ്ങളൊരു വീഡിയോ കാണുമെങ്കിൽ ലീവ് ഇൻ ടുഗദറാണ്, അതും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതൊക്കെ ചെയ്യുമ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു മാന്യതയും മര്യാദയുണ്ട്. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് അതിൽ നിന്ന് മാറ്റിയേക്കണം. എന്നിട്ട് വെറും രേണു എന്നാക്കിയേക്കണം. എന്താണ് വെറും രേണു? എനിക്ക് നിങ്ങളെ ഇനി രേണു സുധി എന്ന് വിളിക്കാൻ തീരെ താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു അർത്ഥമുള്ളതായി ഫീൽ ചെയ്യുന്നില്ല. സീരിയസ്ലി നിങ്ങൾ വെറും രേണു എന്ന് വിളിക്കാൻ, വെറും രേണു എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. സുധിച്ചേട്ടനെ നിങ്ങളുടെ പേരോട് ചേർത്ത് ഇനി ഞാൻ വിളിക്കില്ല. രേണു സുധി എന്ന് നിങ്ങളെ ഇനി ഞാൻ വിളിക്കില്ല. വെറും സുധി, വെറും രേണു. ഈ മിസ്റ്റേക്ക് പറ്റിയതാണ്. വെറും രേണു എന്നാണ് എനിക്ക് നിങ്ങളെ വിളിക്കാൻ താല്പര്യം. അത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങൾ പറയുമ്പോൾ വാചാലമായിട്ട് നിങ്ങൾ സംസാരിക്കും. അയ്യോ എൻ്റെ സുധിച്ചേട്ടൻ അങ്ങനെയായിരുന്നു, അയ്യോ എൻ്റെ സുധിച്ചേട്ടൻ ഞാൻ ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു, എല്ലാം നിങ്ങളിങ്ങനെ വാചാലകൂലയായി ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ പല വീഡിയോകളും കാണി. എനിക്ക് എന്നപ്പോൾ നിങ്ങളോട് സിമ്പതിയായിരുന്നു, അയ്യോ പാവ സ്ത്രീ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ പാവ സ്ത്രീയുടെ യഥാർത്ഥ ക്യാരക്ടറാണ് നമ്മളിന്ന് ആ വീടിൻ്റെ പരിസരവും വീടിനകവും ആ സുധിച്ചേട്ടനുള്ള ബഹുമാനമാണ് അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനങ്ങൾ കട്ടിൻ്റെ അടിയിലിരിക്കും നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ആ ഫാമിലി ഫോട്ടോ നിങ്ങൾക്കൊന്ന്
ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റാഞ്ഞിട്ട് അല്ല, നിങ്ങൾ ആര് വിളിച്ചാലും വന്നതൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വരും. അതുപോലും ഒരു ജനാലയുടെ സൈഡിൽ. അതേ കണക്ക് നിങ്ങൾ പറഞ്ഞല്ലേ പിന്നെ അവൻ്റെ റൂമാണ് അതെന്ന്, നിങ്ങളന്ന് പാലുകാച്ചിൽ പറഞ്ഞതാണ്, അത് ഞാനും കണ്ടതാണ്. കിച്ചുവിൻ്റെ റൂം, കിച്ചിൻ്റെ റൂമിൽ കിച്ചു ആണോ താമസിക്കുന്നത്? ഏതോ ഒരു മനുഷ്യൻ, അത് ആരാണെന്ന് എനിക്കറിയില്ല, അയാൾ ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന്. ഇത് മോശമാണ് നിങ്ങളെ കാണിച്ചു കൂട്ടിയത്. അല്ല ചോദിക്കുക, എന്ത് മോശമാണ്? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും താമസിക്കാൻ തന്നൊരു വീട്ടിൽ നിങ്ങളുടെ ഫുൾ ഫാമിലി വന്ന് താമസിക്കാനല്ലല്ലോ തന്നത്. അത് കിച്ചുവിൻ്റെ അനിയനും നിങ്ങൾക്കും അവരുടെ പേരിൽ നിങ്ങൾക്ക് താമസിക്കാനാണ് തന്നത്. ആ വീട് സ്ഥലവും പോവരെന്ന് പേടിച്ചാണോ നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അഭിനയിക്കാൻ ഇറങ്ങിയത്? അല്ല, സീരിയസ് ചോദിക്കുക. അതെപ്പോഴായാലും ആ 2 ആൺമക്കൾക്കുള്ളത് തന്നെയാണ്. നിങ്ങളുടെ ഈ രീതി അനുസരിച്ച് കുറേ കാലം നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ വലിയ കാര്യങ്ങളുണ്ടായാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് രേണു. അത് വളരെ മോശമാണ്. നിങ്ങൾ വന്ന വഴി മറന്നിട്ടാണ് നിങ്ങൾ ഈ ഷൂട്ടിങ്ങിൻ്റെ പുറകിനും ഈ ഫോട്ടോഷൂട്ടിൻ്റെ പുറകിനും ഓടുന്നത്. നിലം തൊടാൻ സമയമില്ല നിങ്ങൾ ഓടുന്നത്. പക്ഷേ അതുപോലെ നിങ്ങൾ ആ വീട്ടിലും കൂടെ ഒരു ഉത്തരവാദിത്ത ബോധം നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ വീട് സ്വർഗം പോലെ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി പണിഞ്ഞു ഉയർത്തിയ ഒരു വീടാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു കൊത്ത വരും, അത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ചില വാക്കുകൾ നമുക്കത് കിട്ടാത്തതുകൊണ്ടാണ്. അത് എനിക്ക് ടെൻഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അങ്ങനെ ആകുന്നത്. മനസ്സിലായോ? കാരണം ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചൊരു സ്ത്രീയാണ്. കാരണം ആ വീട് അങ്ങനെ ഇടാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നാണ്. സ്വന്തം വീടാണെങ്കിൽ, നിങ്ങളുടെ വിയർപ്പൊഴിക്ക് മേടിച്ചൊരു വീടാണെങ്കിൽ നിങ്ങൾ ആ രീതി ഒരിക്കലും ഇടില്ല, ഒരിക്കലും ചെയ്യില്ല. വല്ലവനും മേടിച്ച് തന്നാൽ വല്ല ആൾക്കാരുടെ പോക്കറ്റിലെ മണിയായിട്ടാണ് അതിനൊരു വാല്യൂ ഇല്ലാത്തത്. എന്ത് വൃത്തികേടാണ് ആ വീട്ടിൽ കാണിച്ചു വെച്ചേക്കുന്നത്, എന്ത് മോശമാണ്. അതിനൊക്കെ രേണുവിനോട് പറയാൻ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ. രേണു, നിങ്ങൾ ഈ പോകുന്നതും നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ അത് പേഴ്സണലാണ്. പക്ഷേ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾ ഇത് ചെയ്തിട്ടാണ് നിങ്ങളിതെല്ലാം പിടിക്കുന്നത്. അദ്ദേഹത്തിനുള്ള കടപ്പാടില്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള ബഹുമാനമാണ് ഈ മനുഷ്യരെല്ലാം നിങ്ങൾക്ക് വർക്ക് തരുന്നത്. നിങ്ങൾ ബിഗ് ബോസിൽ പോവുകയോ ഇനി ബിഗ് ബോസിനെ മതിൽ ചാടി കിടക്കുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. അതൊന്നും ഞങ്ങളെ നാട്ടുകാരെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങളുടെ മകനോടെങ്കിലും നിങ്ങളുടെ ഒരു ഉത്തരവാദിത്ത ബോധം കാണിക്കുക. നിങ്ങൾ സുചേട്ടൻ്റെ ചടങ്ങ് നടത്തിയതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ വഴിയാൻ തോന്നുന്നു വന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ബാഗ് എടുത്തു വെച്ചിട്ട് നിങ്ങൾ കുറേ കണ്ണീരൊഴിക്കും. അന്ന് നിങ്ങൾ ഇത്രേ അഭിനയം കാണിച്ചതാണ്. ആ അഭിനയം എന്തുകൊണ്ട് നിങ്ങൾ കാണിച്ച കള്ളക്കണ്ണീരാണെന്ന് എനിക്കിപ്പം മനസ്സിലാവും. അന്ന് എനിക്ക് നിങ്ങളോട് ഭയങ്കര സിമ്പതി തോന്നി. പാവം എന്ത് സ്നേഹ ആ സുധീരനോടൊന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയ ആ സമ്മാനങ്ങൾ നിങ്ങളുടെ കട്ടിൻ്റെ അടിയിൽ വെച്ച് സൂക്ഷിക്കാൻ ആയിരുന്നു. ആ വീടെന്ന് പറയുന്നത് സുചേട്ടൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് നാട്ടുകാരും എന്താ പറയുക ആ ഒരു ബിൽഡേഴ്സും കൂടെ ചെയ്തതാണ്. അതിൻ്റെ ഒരു വാല്യൂ പോലും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ആ കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം പറക്കി കട്ടിൻ്റെ അടിയിൽ കൊണ്ടിട്ട് ഒരു വൃത്തി ഇല്ലാതെ ആ വീടും പരിസരമൊക്കെ ഇങ്ങനെ ഇടാൻ നിങ്ങൾക്ക് നാണമില്ലയോ? സീരിയസ് ചോദിക്കാം, നിങ്ങൾക്ക് തീരെ നാണമില്ലേ? വെറും രേണുവേ. കാരണം നിങ്ങൾ ഈ രേണുസുതി എന്ന് വിളിച്ച് എല്ലാവരുടെ വായിലും ഈ സുധിച്ചേട്ടൻ്റെ പേരെ ഫസ്റ്റ് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സോറി തരണം. വെറും രേണുവേ, വെറും രേണു എന്ന് തന്നെ നിങ്ങളെ വിളിക്കാറുള്ളൂ. അല്ല സുധിച്ചേട്ടൻ്റെ പേര് ചേർത്ത് ഇനി വിളിക്കാനേ പാടില്ല. കാരണം അത് നിങ്ങളൊരു അർഹതയായ സ്ത്രീ അല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രേണു നിങ്ങൾ വേറൊന്നും വിചാരിക്കുകയും ചെയ്യരുത്. കാരണം നിങ്ങൾ കാണിച്ച പ്രവൃത്തി ആ വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കാതെയും അത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന മാതിരി ഇട്ടിട്ട് നിങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്യാൻ നടക്കുന്നുണ്ട്. സ്വന്തം വീട് വൃത്തിയാക്കിയിട്ടല്ലേ നിങ്ങൾ വൃത്തിയാവാൻ നടക്കേണ്ടത്. എനിക്ക് തോന്നി നിങ്ങൾക്ക് തീരെ വൃത്തിയില്ലെന്നാണ് തോന്നിയത്. ഉള്ള കാര്യം പറഞ്ഞുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. കാരണം വൃത്തിയുള്ള മനുഷ്യർ ഒരിക്കലും ഒരു വീട് അങ്ങനെ ഇട്ടേക്കത്തില്ല. ഒരു വാടക വീടായാലും ഒരു സ്വന്തം വീടായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയ സാധനം ആയാലും ഭയങ്കര നീറ്റായിട്ടും ക്ലീനായിട്ടും വെക്കാൻ ശ്രമിക്കും. ഇത് കുറേ മുഖവും വെളുപ്പിച്ച് കുറേ ഫേഷ്യലും ചെയ്ത് നടന്നിട്ടൊന്നും കാര്യമില്ല. സീരിയസ്ലി പറയാം.
മനുഷ്യന് ആദ്യം വേണ്ടത് മനസാക്ഷിയില്ലെന്ന് എനിക്ക് ആ പുള്ളിക്കാരൻ്റെ ഗിഫ്റ്റ് കിടക്കുന്ന സ്ഥലം കണ്ടപ്പോൾ മനസ്സിൽ നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലാത്ത സ്ത്രീയാണ്. പിന്നെ വൃത്തിയില്ലെന്ന് ആ വീടും പരിസരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ചിലതിനൊക്കെ യോഗം വേണം. സീരിയസ്ലി പറയാം. ദൈവം എവിടുന്നെങ്കിലും ഒരു ആപ്പ് കൊണ്ട് തരുമെന്ന് പറയത്തില്ലേ, ആ ആപ്പാ നിങ്ങൾക്ക് ഇന്ന് അവൻ്റെ രൂപത്തിൽ വന്നത്. അതെപ്പോഴും മനസ്സിലാക്കുക. എല്ലാപ്പോഴും മനുഷ്യരെ അങ്ങ് കബളിപ്പിക്കാനോ പറ്റിക്കാനോ പറ്റത്തില്ല. ദൈവം എവിടെയെങ്കിലും ഇട്ടൊരു അടി തരും. അതാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയത്. ഈ നാട്ടുകാരെ കയ്യിൽ നിന്നെല്ലാം ഇപ്പോൾ മേടിച്ചിട്ടുണ്ടല്ലോ ശരിക്കും, ആ വീടും പരിസരവും കിടക്കുന്ന കണ്ടിട്ട്. കാരണം അത് നിങ്ങളുടെ സ്വത്തല്ല, അത് പൊതു മനുഷ്യർ നിങ്ങൾക്ക് തന്നതാണ്. അതെന്നും സുധിച്ചേട്ടൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. നിങ്ങൾക്കൊരു കല്യാണം കഴിക്കുന്നിടം വരെ നിങ്ങൾക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള അധികാരമുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീട് മാറിപ്പോണം. നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ലീവിൻ ടുഗദർ ആണെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ലീവിൻ ടുഗദർ എന്ത് വേണം പോയിക്കോ. ഒരു പയ്യൻ പറഞ്ഞിട്ടുണ്ട് അത്. പക്ഷേ സുധി എന്നുള്ള പേരെടുത്ത് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇതിലൊക്കെ പോകാൻ. കാരണം ആ കുട്ടികൾക്കും 2 പേർക്കും അനിയനും ചേട്ടനുമുള്ള വീടാണത്. അവർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവരവിടെ ജീവിക്കട്ടെ. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ 37 വയസ്സല്ലേ ഉള്ളൂ. ആരാന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് ഷൂട്ട് ചെയ്യുകയോ ഇനി സിനിമയിൽ അഭിനയിക്കുകയോ ആരാന്ന് വെച്ചാൽ എന്താ ചെയ്യും, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഇനി ഇതിൻ്റെ കാര്യം പറഞ്ഞു കാണാൻ എന്നെ ചൊറിയാൻ വന്ന അത് ഞാൻ ചൊറിഞ്ഞ് തന്നെ നിങ്ങളെ വിടും. കാരണം നല്ലതാണെങ്കിൽ അങ്ങ് ഏറ്റവും വരെ നല്ലതറിയണം. കാരണം എനിക്കിത് കണ്ടിട്ട് വിഷമം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. കാരണം നിങ്ങൾ ആലോചിക്കണം, ആ ചേട്ടനെ കണ്ടപ്പം ആ സ്വന്തം അനിയനുണ്ടായ ഒരു സന്തോഷം നിങ്ങളാ വീട്ടിലൊന്നും ഇല്ലേ? കാര്യമായിട്ട് ചോദിക്കുക. നിങ്ങളുടെ മകനെ ഒന്നും നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലേ? വലിയ കാര്യത്തിൽ വന്ന് പല ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടല്ലോ, വാ തുറന്ന്. ഞാൻ രേണു ചേട്ടനുള്ള ഒരേ ഒരു വൈഫാണ് രേഖ ഇന്ന. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം കട്ടിൻ്റെ അടിയിലോട്ട് പോയത്? മേഡത്തിന് കിട്ടിയതെല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ സുധിച്ചേട്ടൻ്റെ 2 മക്കളുടെ അമ്മയാണ്. കിച്ചു എൻ്റെ മകനാണ് എന്നൊക്കെ നിങ്ങൾ വാ തുറന്നങ്ങ് പറയാറുണ്ടല്ലോ. പക്ഷെ അത് പ്രവൃത്തിയിൽ എന്താ കാണിക്കാത്തത്? അതിൽ വെറും രേണുവിനോട് പറയാനുള്ളതാണ്, ഇനിയെങ്കിലും മാന്യം മര്യാദയായിട്ടിരിക്കുക. സീരിയസ്ലി പറയാം. ആ കുട്ടികളെ ആ കുഞ്ഞിനെ നോക്ക്. അവൻ്റെ കാര്യങ്ങളും അവൻ്റെ സമയത്തിലുള്ള ഭക്ഷണങ്ങളും അവൻ്റെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നോക്ക്. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഷൂട്ടിന് നടക്കുക. പിന്നെ നിങ്ങളുടെ പുറമെ കുറേ ഓളയും വീട് നടപ്പുണ്ട് കുടയും പിടിച്ചുകൊണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്, വേസ്റ്റാണ്. ഇതിപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടത്തില്ല. കാരണം അന്ന് നിങ്ങളുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആൾക്കാരാണ്. നിങ്ങൾ ഇത്രയും പൊക്കി പറഞ്ഞ നാളെ ഒന്ന് മാറ്റി പറയേണ്ടത്. ദൈവം കേട്ടോണ്ടിരുന്നു. ദേ പണി ഞാൻ ഞെട്ടിപ്പോയി. പണ്ടൊക്കെ ആയിരുന്നു ഈ പതിയെ ഇപ്പോൾ ഉടനടി ഒരു ദൈവം കാണിച്ചു തരും. ദൈവം ആൾക്കാർ ശരിയല്ല എന്ന് ദൈവം അപ്പം തന്നെ കാണിച്ചു തരും. അതുപോലെ കാണിച്ചു തന്നെയാണ് നിങ്ങളെ എനിക്ക് ദൈവം. നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുന്നതിനോ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിനോ ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ ആ വീട് നിങ്ങൾ ഗിഫ്റ്റ് കിട്ടിയൊരു സാധനമാണ്. അത് അത്രത്തോളം പവിത്രത്തോടെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റണമായിരുന്നു. കുറേ ചായ മുഖത്തടിച്ച് വാരി തേച്ചുകൊണ്ട് വന്നെന്ന് ഫോട്ടോഷൂട്ട് ചെയ്തതെന്ന് വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. ഇതിനുള്ളിലേ ഒരാത്മാർത്ഥത ഉണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിച്ചോ, ആ മകൻ ആ സാധനം അതിൻ്റെ അടിയിരുന്ന് കണ്ടപ്പോൾ എന്തിനു വേണ്ടി വേദനിച്ച് കാണുമെന്ന് കിച്ചുവിന് നിങ്ങൾ ചിന്തിച്ചോ? അതിനൊക്കെ അവന് ആ വീട്ടിൽ വന്ന് കയറാനുള്ള ഒരു ഫ്രീഡം പോലും ഇല്ലാതെ നിങ്ങളാക്കി കളഞ്ഞില്ലേ? നിങ്ങളുടെ ഫാമിലിക്ക് താമസിക്കാനല്ല, കിച്ചുവിൻ്റെ അനിയനും താമസിക്കാൻ ആ വീടുണ്ടാക്കി കൊടുത്തത്. നിങ്ങളുടെ ഫാമിലി വേണമെങ്കിൽ പോയി വേറെ എവിടെ പോയി താമസിക്കട്ടെ. നാണമില്ലാത്ത മനുഷ്യർ. ഇച്ചിരി ഉളുപ്പും നാണോ വേണ്ടേ ആ വീട്ടിൽ വന്ന് പൊറുക്കാൻ? അത് സീരിയസ് ചോദിക്കുക. ഒരിച്ചിരി ഒരു ഉളുപ്പും നാണോ? എന്തോ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണി കഴിപ്പിച്ച് വീട്ടിൽ കിടക്കുന്ന കണക്കാണ് താമസിക്കുന്നത്. അതിൻ്റെ കോലവോ എൻ്റെ പൊന്നൂ ഒന്നും പറയണ്ട. ആ വീടൊക്കെ എങ്ങനെ ഇരുന്നതാണ്. എനിക്കൊരു പഴഞ്ചൊല്ല് വരുന്നുണ്ട്, അത് പറയിപ്പിക്കരുത്. വെറും രേണു, സീരിയസ്ലി പറയാം, വെറും രേണു അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. പറയിപ്പിച്ച് കഴിഞ്ഞാലേ മോശമാണ്. സീരിയസ്ലി പറയാം. അപ്പം ഈ ഒരു കാര്യം പറയാൻ അത്ര വിഷമം തോന്നിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കയറിയാൽ കാണാം ആ ഒരു വീഡിയോ.
കിച്ചു റൈഡാണ്, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അത് കയറി കാണണം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. കിച്ചുവിൻ്റെ വീഡിയോയിൽ ആ ഒരു വീട് മൊത്തം കാണിക്കുന്നുണ്ട്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലത് ഭയങ്കര വിഷമം വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പ്രതികരിച്ചത്. അത് രേണുവിനോട് എനിക്ക് ഭയങ്കര സിമ്പതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഈ ഒരു വീഡിയോ കണ്ടതോടെ മാറി. കാരണം ഇത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ആ വീട്. അതിന് പോലും ഒരു വാല്യൂ കൊടുക്കാതെ വെറും വൃത്തിയില്ലാതെ മതിലെല്ലാം അഴുക്ക് പിടിപ്പിച്ച് ഇത് പിടിപ്പിച്ച് വൃത്തിഹീനമാക്കി ആ വീട്. ഇനി ആ വീട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ കുറഞ്ഞ എന്താ ഒരു 1 ലക്ഷത്തിന് മേളിൽ എന്തായാലും ആവും. 1 ലക്ഷം രൂപ ആവും തോന്നുന്നു. കാരണം അന്ന് ആ സുചേട്ടൻ്റെ ഫോട്ടോ ഒരു ഗ്ലാസ്സിൽ വെച്ചെങ്കിൽ അതൊക്കെ എത്രയോ നല്ല പൈസ ഉള്ള പണക്കാരൊക്കെ വീട്ടിൽ ചെയ്യുന്ന എന്തോ ഒരു സിസ്റ്റത്തിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് അതുണ്ടാക്കിയ ആൾ പറഞ്ഞിരുന്നു. അവിടെ കിടക്കുന്ന ഓരോ ആൾക്കാർ ഗിഫ്റ്റ് കൊടുത്ത് അവരൊക്കെ വീർപ്പാണത്. ആ വീട് വെച്ച ബിൽഡേഴ്സോ അവർക്ക് ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ അവർക്ക് തോന്നിപ്പോ ആ വീടിൻ്റെ പരിസരം കാണുമ്പോൾ. കാരണം ഒരു മനുഷ്യനും അങ്ങനെ നശിപ്പിക്കില്ല. ഒരു ഗിഫ്റ്റ് കിട്ടുന്ന സാധനം ഒരിക്കലും ഒരു മനുഷ്യൻ അങ്ങനെ നശിപ്പിക്കില്ല. കാരണം വേറും വൃത്തിയില്ല, തീരെ വേറും വൃത്തി അടുത്തൂടെ പോയിട്ടില്ല. ആ കുഞ്ഞിനെയെങ്കിലും അവർക്കൊന്ന് കറക്റ്റ് സമയത്തിന് അതിന് ആഹാരം കൊടുത്ത് അതിനെ നല്ല രീതിക്ക്. കാരണം ആ ചേട്ടൻ പോകുമ്പോൾ അതിൻ്റെ വിഷമം ഒന്ന് കാണാനുള്ള നമുക്ക്. കാരണം അതിൻ്റെ ആരും അവിടെ ഇല്ല എന്നുള്ളൊരു ഫീലിങ് ആ കുട്ടിയുടെ മുഖത്തുണ്ട്. സീരിയസ്ലി പറയാം, എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. അവൻ്റെ ആരുമല്ല ആ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ആരും അല്ല എന്നുള്ള ഫീലിങ്സാണ് ആ ചേട്ടൻ പോയിട്ട് വരുമോ, രാത്രി വൈകുന്നേരം വരുമോ, വന്നിട്ട് ഇന്ന് ഇവിടെ കിടന്നിട്ട് നമുക്ക് നാളെ പോവാം എന്നവൻ ചേട്ടനോട് പറയുകയാണ്. അവൻ കൊണ്ടുകിടന്ന് അവന് ഭക്ഷണം മേടിച്ചു കൊടുത്ത് ചെരുപ്പ് മേടിച്ചു കൊടുത്ത് അതൊക്കെ ഒരു ചേട്ടൻ്റെ കടമയാണ്. അത് എന്നും ആ ബന്ധം അങ്ങനെ തന്നെ ഇരിക്കണം. അതാണ് കാരണം ഒരച്ഛൻ്റെ സ്ഥാനമാണ് ഇപ്പോൾ അവനുള്ളത്. അല്ല രേണു പറയുന്ന കണക്ക് എൻ്റെ സുചേട്ടൻ പറയുന്ന കണക്ക് എൻ്റെ മകളായിരുന്നു എന്ന രീതിയിലല്ല. ശരിക്കും പറഞ്ഞാൽ കിച്ചു ഇപ്പോൾ നിൽക്കുന്നത് അവൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്ത്. ചേട്ടനെന്ന് പറഞ്ഞാൽ ആ ഫാദർ തന്നെയാണ്, ആ സ്ഥാനത്താണ് നിൽക്കുന്നത്. അന്നേരം അതിൻ്റെ സ്നേഹവും എല്ലാം ആ കുട്ടിയോട് കിച്ചു കാണിക്കുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവാം സഹോദര സ്നേഹം എന്താണ്. എന്നും അവത്തുകൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, സഹോദര സ്നേഹം പോലെ. അതൊരു ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോൾ എൻ്റെ അച്ഛനെന്ന് പറയുമ്പം കിച്ചു പറയാതെ എൻ്റെയും കൂടെ അച്ഛനാണെന്ന് പറയുന്നത്. ആ മറ്റേ രേണുവിന് ഇത് നിൻ്റെ ചേട്ടൻ്റെ അമ്മയാണെന്ന് പറയുന്നത്. ശരിക്കും അതങ്ങനെ പറയണമെങ്കിൽ തന്നെ ആ കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കാം, അവർക്ക് എത്രത്തോളം സ്ഥാനം കൊടുത്തിട്ടാണ്. അതൊക്കെ അറിയാലോ എന്ന് കിച്ചു ചോദിക്കുന്നുണ്ട്. അന്നേരം എത്രത്തോളം സ്ഥാനം അത് രേണുവിന് ആ കുട്ടി അല്ലെങ്കിൽ കിച്ചു കൊടുത്തിട്ടാണ്. ആ വീടിൻ്റെ കിടപ്പോ ഞാൻ കിച്ചുവിന് ഒരു കാര്യം പറയാം. കിച്ചു സ്വന്തം സഹോദരനെ ഇങ്ങനെ സ്നേഹിക്കണം. കാരണം കിച്ചുവാണ് ഇനി അവനെ നോക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എല്ലാം. ഫുൾ കാര്യങ്ങളല്ല, രേണു ഒരു കല്യാണം കഴിച്ച് പോകുന്നതാണ് ഇതിലും ബെറ്റർ ഓപ്ഷൻ. സുചേട്ടൻ്റെ പേര് ലേബിളിൽ ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ നാട്ടുകാരെ വഞ്ചിക്കാതിരിക്കുന്നെങ്കിൽ രേണു ഉടനെ തന്നെ ഒരു കല്യാണം കഴിച്ച് പോകുന്നത്. രേണു ഇതിനുമ്പോൾ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്, സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ പുള്ളി ഒന്ന് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. കാരണം ഇതൊക്കെ ചുമ്മാ എന്ന് വിചാരിച്ചത്. പക്ഷേ രേണുവിന് ഇനിയൊരു കല്യാണം കഴിക്കാൻ സുഖമായിട്ട് ജീവിക്കുക. ഇത് അവർക്ക് അനിയനും ചേട്ടനും കൂടെ അവരോട് ജീവിച്ചോളും. രേണുവിൻ്റെ സഹായം ഇല്ലെങ്കിലും അനിയനും ചേട്ടനോട് അവർ ജീവിച്ചോളും. എനിക്കത് വ്യക്തമായതാണ്. അപ്പം എന്നിട്ട് രേണു ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് രേണുവിൻ്റെ ബാക്കിയുള്ള ഫാമിലി ആ വീട്ടിൽ നിന്ന് മാറ്റുക. കാരണം അതിലിപ്പോൾ എനിക്ക് തോന്നിപ്പോൾ ആൾക്കാരെല്ലാം അതിന് ഇടപെടുമെന്നാണ് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, രേണുവിൻ്റെ ഈ ഒരു ആൾക്കാരുടെ ഫാമിലി താമസം കണ്ടപ്പോൾ രേണുവിൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ രേണുവിൻ്റെ കുഞ്ഞിനെ നോക്കാൻ അതൊരു തെറ്റല്ല. പക്ഷേ രേണുവിൻ്റെ ഫുൾ ഫാമിലി അങ്ങനെ താമസിക്കുന്നത് അത് മോശമായ രീതിയാണ്. അത് ശരിയായുള്ള കാര്യങ്ങളല്ല. അതിന് കിച്ചുവിൻ്റെ അനുവാദം കൂടെ വേണം. അവരോട് നിൽക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ കിച്ചുവിൻ്റെ അടുത്ത് കൂടെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് വേണമായിരുന്നു രേണു അത് ചെയ്യാൻ. ചോദിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവ എന്തിരുന്നാലും പറയാണ്, ആ കാണിച്ചത് വളരെ മോശമായിപ്പോൾ ഈ വീട് വെച്ച് കൊടുത്ത ആൾക്കാരും അതിലിടപെട്ട് അതിൻ്റെ കാര്യങ്ങൾ ഒത്തീർപ്പാക്കി വിടണം. അല്ലെങ്കിൽ അത് മോശമാണ്. അത് കിച്ചുവിനും കിച്ചുവിൻ്റെ അനിയനും ഈ രേണുവിനൂടെ താമസിക്കാൻ കൊടുത്ത വെറും രേണുവിനൂടെ താമസിക്കാൻ കൊടുത്ത സ്ഥലമാണ്. അത് ആ രീതിയിൽ നിങ്ങളാക്ക് വേറുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതല്ല. അവർ ആ വീട്ടിൽ താമസിക്കാൻ അതിനിടയാക്കരുത്. എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞ് മാറ്റുക. അല്ലെങ്കിൽ അവർ വേറൊരു സ്ഥലത്തേക്ക് മാറുന്ന രീതിയിൽ മാറാൻ പറയുക. അത് മോശമായ രീതിയാണ്. പിന്നെ എനിക്ക് പറയുന്നത്, അത് ഈ സ്ഥലം ആരുടെയൊക്കെ പേർക്കിരിക്കണം നമുക്കറിയില്ല. അതൊരു
അസോസിയേഷൻ്റെ പേർക്കാണോ അല്ലെങ്കിൽ ഈ ഇത് ചെയ്ത ഏതെങ്കിലും ചാരിറ്റിയുടെ പേർക്കാണോ എന്ന് എനിക്കറിയില്ല. ഇനി എന്തിരുന്നാലും അത് കിച്ചുവിൻ്റെ അനിയൻ്റെയും കൂടെ പേർക്ക് മാറ്റി എഴുതണമെന്നാണ് പറയുന്നത്. രേണുവിൻ്റെ പേർക്ക് എഴുതാൻ അതിൽ ഒരു അർഹതയും, രേണു വൈഫായിരിക്കാം, ആയില്ലായിരിക്കാം. രേണു ചെറിയ പ്രായമാണ്. രേണു ഇനി ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇനി ഇങ്ങനെയുള്ള ഡ്രാമകൾ നാട്ടുകാരെ കാണിക്കാതിരിക്കുക. കാരണം നിങ്ങളാ പിന്നെ ഇതിൻ്റെ എന്താ പുള്ളിയുടെ മരണത്തിന് തലേന്ന് ഒരു ആക്ഷൻ കാണിച്ചിരുന്നല്ലോ, ആ പുള്ളിയുടെ മരിച്ചുപോയ ഡ്രസ്സെല്ലാം എടുത്തിട്ട്. പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഒരിക്കലും സുധിച്ചേട്ടൻ്റെ അല്ലെങ്കിൽ ആ സാധനങ്ങളൊന്നും കൊണ്ടുവന്ന് ആ കട്ടിനടി വെക്കില്ലായിരുന്നു. അത് സൂക്ഷിച്ച് കണക്ക് ഇതും സൂക്ഷിച്ച് തന്നിരുന്നത്. ഇതിനൊരു വാല്യൂ കൊടുക്കാതെ നിങ്ങളുടെ സാധനങ്ങളെല്ലാം നിരത്തി നാട്ടുകാർ കാണട്ടെ എന്നുള്ള രീതിയിൽ വെച്ചാൽ വളരെ മോശം തന്നെയാണ്. വെറും രേണു എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് വന്നിട്ടുണ്ട് സംസാരത്തിൽ. അതെന്നോട് ക്ഷമിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ചില സമയത്ത് ഈ ടെൻഷൻ കയറുമ്പോൾ ഇങ്ങനെ വായിന്ന് വരുന്നത് ഈ സ്ലിപ്പായി പല രീതിയിൽ പോകാറുണ്ട്. അതിനോട് ക്ഷമിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ ടാറ്റ.